വിദ്യാർത്ഥികളെ, +1 ബയോളജിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പാഠഭാഗത്തെ ഒരു വിശദമായ വിവരണമാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു രൂപത്തിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു മൈൻഡ് മാപ്പിന്റെ സഹായത്തോടു കൂടെ 10-15 പേജുള്ള ഒരു പാഠഭാഗത്തെ കേവലം 1.5 പേജിൽ ചുരുക്കാൻ പാകത്തിലുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ മൈൻഡ് മാപ്പിന്റെ സഹായത്തോടു കൂടെയുള്ള പഠനം കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഈ പാഠഭാഗത്തിന്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണെങ്കിൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയാൽ ആ പോയിന്റും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ മാപ്പിന്റെ സഹായത്തോടു കൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അതായത് ബയോളജി പഠിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ്, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, പല ഭാഗങ്ങൾ പഠിക്കാനുണ്ടാവും, പല ടേംസ് പഠിക്കാനുണ്ടാവും. പക്ഷെ പഠിച്ചു വരുമ്പോൾ അവസാനം സംഭവിക്കുന്നത്, അവസാനമായിട്ട് പഠിച്ച കാര്യം ആദ്യം പറഞ്ഞ ഹെഡ്ലൈനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്താൻ പലപ്പോഴും പ്രയാസം അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു മൈൻഡ് മാപ്പിന്റെ സഹായത്തോടു കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന ഓരോ കാര്യവും മറ്റൊരു കാര്യവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, എന്താണ് ഈ കാര്യം അതിന്റെ തൊട്ടു മുമ്പുള്ള കാര്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ കാര്യം അതിന്റെ തൊട്ടു മുമ്പുള്ള കാര്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവസാനം ഈ പറയപ്പെട്ട കാര്യം എങ്ങനെയാണ് പാഠഭാഗത്തിന്റെ ഹെഡ്ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നൊരു ഹെഡിങ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പാഠഭാഗത്തിന്റെ പേരാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു തരം ക്ലാസിഫിക്കേഷൻ ആണ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ലൈൻ അടുത്തതായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. അത് പോയിരിക്കണം എങ്ങോട്ടാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമായ പ്രൊട്ടിസ്റ്റ കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഫഞ്ചെ കൊടുത്തിട്ടുണ്ട്, പ്ലാന്റേ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്, അതിന്റെ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും അവസാനമായിട്ട് എഴുതിയ ഈ പോയിന്റ് എങ്ങനെ തൊട്ടുമുമ്പുള്ള പോയിന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, തൊട്ടുമുമ്പുള്ള പോയിന്റ് എങ്ങനെ അതിനു മുമ്പുള്ള പോയിന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതിനു മുമ്പുള്ള പോയിന്റ് എങ്ങനെ അതിനു മുമ്പുള്ള പോയിന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ഓരോ പോയിന്റുകളും പരസ്പരമുള്ള ബന്ധം എന്താണ് എന്ന് പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം കണക്ഷൻ നഷ്ടപ്പെടാത്ത വിധത്തിൽ ഈ ഓരോ കാര്യങ്ങളെയും പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും എന്നൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ തരത്തിലുള്ള ഒരു പഠനത്തിനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാഠഭാഗത്തിന്റെ ഹെഡ്ലൈനായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ പാഠഭാഗത്തിന്റെ ഹെഡ്ലൈൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇനി ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പല പോയിന്റുകൾ നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് വ്യത്യസ്ത തരം ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നൊരു ഭാഗം നമ്മൾ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. ഈ കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഓരോ വിഭാഗങ്ങൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നിവ എന്താണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓരോന്നിന്റെയും കീഴിൽ എന്തൊക്കെയാണുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാം കണക്റ്റഡ് ആയിട്ട് പരസ്പര ബന്ധിതമാക്കിക്കൊണ്ട് ഒരു പാഠഭാഗത്ത് ഒരു ചട്ടക്കൂടിനുള്ളിൽ നിർത്തിയുള്ള പഠനമാണ് ഇവിടെ നടത്തുന്നത്. അപ്പം നമ്മൾ പാഠഭാഗത്തിന്റെ തുടക്കം മുതൽ പഠിക്കുകയാണെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പാഠഭാഗത്തിന്റെ ഹെഡ്ലൈൻ. അപ്പൊ ഇനി നമ്മൾ അതിലെ ഒന്നാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഇവിടെ കാണുന്നുണ്ട്, അതിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. സയന്റിഫിക് പ്രൊസീജിയർ ഓഫ് അറേഞ്ചിങ് ഓർഗാനിസംസ് ഇൻടു ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ്. അപ്പൊ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സയന്റിഫിക് പ്രൊസീജിയർ ഓഫ് അറേഞ്ചിങ് ഓർഗാനിസംസ് ഇൻടു ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്. ഓർഗാനിസംസിനെ ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളുമാക്കി മാറ്റുന്ന ഒരു സയന്റിഫിക് പ്രൊസീജിയർ ആണ്. അപ്പം അതിന്റെ ഡെഫിനിഷനിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഓർഗാനിസംസിനെ ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളുമായിട്ട് തരംതിരിക്കുന്ന ഒരു സയന്റിഫിക് പ്രൊസീജിയർ ആണ്. എങ്ങനെയാണ് അതിനെ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും ആക്കുന്നത്? ഓൺ ദി ബേസിസ് ഓഫ് ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. അപ്പം ജീവികളെ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും ആക്കുന്നത് അവയുടെ സിമിലാരിറ്റീസിന്റെയും ഡിസിമിലാരിറ്റീസിന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഗ്രൂപ്പ് ആക്കിയതിനു ശേഷം എന്ത് ചെയ്യും? ആൻഡ് പ്ലേസിംഗ് ദ ഗ്രൂപ്പ് ഇൻ ഹൈറാർക്കി ഓഫ് കാറ്റഗറീസ്. വ്യത്യസ്തമായ കാറ്റഗറീസിനനുസരിച്ച് അവയെ പല ഘട്ടങ്ങളിലായിട്ട് അവയെ പ്ലേസ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തൊരു ചെയ്യുന്നത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് 3 പോയിന്റാണ് നമ്മൾ അറിയേണ്ടത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിസംസിനെ ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളുമാക്കുന്ന ഒരു സയന്റിഫിക് പ്രോസസ് ആണ്. ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളും ആക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവയുടെ സിമിലാരിറ്റീസിന്റെയും ഡിസിമിലാരിറ്റീസിന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെ സിമിലാരിറ്റീസിന്റെയും ഡിസിമിലാരിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ അവയെ തരംതിരിച്ചിട്ട് ഹൈറാർക്കി ഓഫ് കാറ്റഗറീസിന്റെ അടിസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഈ ഗ്രൂപ്പുകളെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത പോയിന്റ് ആയിട്ട് ഇതിന്റെ താഴെയുള്ള എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ.
ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. അപ്പൊ 4 പ്രാധാന്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എണ്ണം കിട്ടും എത്ര പ്രാധാന്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. 4 തരം ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് എന്താണ്, സ്റ്റഡിങ് 1 or 2 സാമ്പിൾസ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലുള്ള 1 or 2 സാമ്പിളുകളെ എടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതായത് ഒരു വിഭാഗം ജീവിവർഗത്തിൽ, ഉദാഹരണത്തിന് ആനകളുടെ ഒരു ജീവിവർഗമാണെങ്കിൽ അതിൽ ആയിരക്കണക്കായ ആനകൾ ഉണ്ടാവും. അപ്പം ആനയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ജീവിയെയും അതിലെടുത്ത് പഠിക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. പകരം എന്ത് ചെയ്യുന്നു, ആനകളിൽ നിന്ന് ഒരു ആനയെ എടുത്തിട്ട് മുഴുവൻ ആനകളെയും പഠിക്കാൻ വേണ്ടി തയ്യാറാകും. അപ്പൊ സ്റ്റഡിങ് 1 or 2 സാമ്പിൾസ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിൽ നിന്നുള്ള 1 or 2 സാമ്പിളുകൾ എടുത്ത് പഠിക്കുക. ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ. അങ്ങനെ ഒരു പഠനം എന്താണ്, ഈസിലി സാധ്യമായ ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ക്ലാസിഫിക്കേഷന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ന്യൂ ഓർഗാനിസംസ്. ഇതിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പുതിയ പുതിയ ജീവികളെ, ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതായത് ഭൂമിയിൽ കോടാനുകോടി ജീവിവർഗങ്ങളുണ്ട്. ഈ ജീവിവർഗങ്ങളിലെ പലതിനെയും നമ്മുടെ സയന്റിസ്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവയുടെ പ്രത്യേകതകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ആയിരക്കണക്കായ ജീവികൾ ഭൂമുഖത്ത് ഇനിയും ബാക്കിയുണ്ട്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജീവിയെ പുതുതായിട്ട് കണ്ടെത്തിയാൽ അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ആ ജീവിവർഗം ഇതുവരെയുള്ള നമ്മുടെ ലിസ്റ്റിൽ പെട്ടതാണോ അതോ പുതിയ ഇതുവരെ പെടാത്തതാണെന്ന് മനസ്സിലാക്കി പുതിയ ജീവിവർഗമായിട്ട് കണ്ടെത്തി അതിനെ പ്രത്യേകം ജീവികളായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത സ്റ്റഡിങ് ദ റിലേഷൻഷിപ്പ് അമംഗ് ഡിഫറന്റ് ഓർഗാനിസംസ്. വ്യത്യസ്ത ഓർഗാനിസംസ് തമ്മിലുള്ള ഡിഫറൻസിനെ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ ഓർഗാനിസംസ് തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റും. ഒരു ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കടുവയും ഒരു പുലിയും എന്താണ്, രണ്ടും ഒരേ കിങ്ഡത്തിൽപ്പെട്ടതാണ്, ഫൈലത്തിൽ പെട്ടതായിരിക്കും, ഒരു ഫാമിലിയിൽ പെട്ടതായിരിക്കും. അപ്പൊ തരംതിരിച്ച് വരുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പുലികൾ ഒരു ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ കടുവകൾ മറ്റൊരു ഗ്രൂപ്പുമായി മാറും. അപ്പം ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സാമ്യതകൾ മനസ്സിലാക്കാൻ പറ്റും, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ 4ാമത്തെ പോയിന്റ്, അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷന്റെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, വിത്തൗട്ട് ക്ലാസിഫിക്കേഷൻ ഓർഗാനിസം ഓഫ് പാസ്റ്റ് കനോട്ട് ബി സ്റ്റഡീഡ്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള ഓർഗാനിസംസിനെ പഠിക്കാൻ വേണ്ടി ക്ലാസിഫിക്കേഷൻ വഴി അല്ലാതെ സാധ്യമാവുകയില്ല. അപ്പൊ എന്താണ് വിത്തൗട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഇല്ലാതായി പോയ കുറെ ജീവികളുണ്ട്. ഉദാഹരണത്തിന് മാമത്ത് എന്ന് പറയുന്ന ജീവി, അതുപോലെയുള്ള ഡോഡോ പക്ഷി എന്ന് പറയുന്ന ജീവി, അങ്ങനത്തെ ജീവികളൊന്നും ഇന്നില്ല. പക്ഷെ അവയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പോൾ ഉള്ള ജീവികളെ വെച്ച് താരതമ്യം ചെയ്ത് ക്ലാസിഫിക്കേഷൻ നടത്തി മാത്രമേ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം മാമത്ത് എന്ന് പറയുന്ന ഒരു ജീവിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പോൾ നിലവിലുള്ള എലഫന്റ് എന്ന് പറയുന്ന ജീവിയെ കുറിച്ച് പഠിക്കേണ്ടി വരും. അവ തമ്മിലുള്ള സാമ്യതകൾ മനസ്സിലാക്കേണ്ടി വരും. അതിൽ നിന്ന് മാമത്ത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കേണ്ടി വരും. അപ്പം കഴിഞ്ഞു പോയ കാലത്ത് ഉണ്ടായിരുന്ന ജീവികളെ കുറിച്ച് പഠനം സാധ്യമാവണമെങ്കിൽ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവൽ അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ അതിൽ ഉള്ളത്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഒന്നാമതായിട്ട് എന്താണ്, ഓരോ ജീവിവർഗങ്ങളിൽ നിന്നുള്ള ഒരു സാമ്പിൾ വെച്ച് പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പുതിയ ഓർഗാനിസംസിനെ കണ്ടെത്താൻ വേണ്ടി ഇതിലൂടെ സാധ്യമാവുന്നുണ്ട്. പിന്നെ 2 ജീവികൾ പരസ്പരമുള്ള റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലാസിഫിക്കേഷൻ നടത്തിയെങ്കിലല്ലാതെ കഴിഞ്ഞു പോയ കാലത്തുണ്ടായിരുന്ന ജീവിവർഗങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പാഠഭാഗത്തിന്റെ 2ാമത്തെ സെക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ 4 ഇമ്പോർട്ടൻസുകൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയാനുള്ളത് എന്താണ്, വ്യത്യസ്ത തരം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്നാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, രണ്ടാമതായിട്ട് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ, മൂന്നാമതായിട്ട് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പം ഇതിൽ ഓരോന്നിനെ കുറിച്ചും വ്യക്തമായിട്ട് അതിന്റെ താഴെ ഓരോ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 3 പോയിന്റുകൾ നമ്മൾ പഠിക്കണം. എന്താണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ? only 1 or 2 മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആർ സ്റ്റഡീഡ്. ഇവിടെ എന്താ ചെയ്യുന്നത്, 1 or 2 മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രമേ ഈ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടി നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ ഒരു ജീവിയെ കണ്ടു, അതിന്റെ 1 or 2 മോർഫോളജിക്കൽ, പുറത്തുനിന്ന് കാണുന്ന ക്യാരക്ടേഴ്സിനെ മാത്രം, അതായത് പുറത്തുനിന്ന് കാണുന്ന ക്യാരക്ടേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തിയ സ്റ്റഡിയാണ് ഇതിൽ നടക്കുന്നത്. ഉദാഹരണത്തിന് ഫ്ലവറിംഗ് ആൻഡ് നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സിനെ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നിങ്ങനെ തരംതിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ ഒരു ഉദാഹരണമാണ്. അപ്പം അത് കണ്ടെത്തിയ ആളുടെ പേരെന്താണ്, അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അരിസ്റ്റോട്ടിൽ നടത്തിയ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു, അതൊരു മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അതായത് എന്ത് ചെയ്തു,
പ്ലാന്റ്സിന് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പൊ അതിന്റെ മോർഫോളജി അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഒരു പോയിന്റ് മാത്രമാണ് ക്ലാസിഫിക്കേഷൻ ആധാരമാക്കിയത് അല്ലെ. അപ്പം അത്തരം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ വിഭാഗം ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആണ് കമ്പാരബിൾ സ്റ്റഡി ഓഫ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഒരുപാട് ക്യാരക്ടേഴ്സിനെ താരതമ്യം ചെയ്ത് പഠിക്കും. മറ്റേതിൽ എന്താണ്, ഒരു ക്യാരക്ടർ മാത്രമാണ് പഠന വിധേയമാക്കിയത്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരുപാട് ക്യാരക്ടറുകളെ പഠന വിധേയമാക്കുന്നുണ്ട് എന്നർത്ഥം. ഓൺ ദി ബേസിസ് ഓഫ് നാച്ചുറൽ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. അപ്പം അതിലെന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ സിമിലാരിറ്റികളും ഡിസിമിലാരിറ്റികളുമാണ് പ്രധാനമായിട്ടും താരതമ്യ പഠനത്തിന് വിധേയമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബെന്തം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. ബെന്തം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അതിന്റെ ഒരു ഉദാഹരണം ആകുന്നു. അപ്പൊ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ് പഠിക്കണം. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ പഠന വിധേയമാക്കുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസുമാണ് ഇവിടെ പഠന വിധേയമാക്കുന്നത്. അതിന് ഉദാഹരണമാണ് ബെന്തം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അടുത്തൊരു വിഭാഗം ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷന്റെ മൂന്നാമത്തെ വിഭാഗമാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ 2 പ്രധാന പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ബേസ്ഡ് ഓൺ ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇവിടെ എന്താണ് പഠന വിധേയമാക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ആധാരമാക്കുന്നത് എന്താണ്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണ്. അതായത് ഓരോ ജീവിയും മറ്റൊരു ജീവിയുമായിട്ട് എങ്ങനെയാണ് എവല്യൂഷനുമായി ബേസിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് പഠന വിധേയമാക്കുന്നത്. പിന്നെ ഫ്രം പ്രിമിറ്റീവ് ടു ഹൈലി ഇവോൾഡ്. അപ്പൊ പിന്നെ എവല്യൂഷന്റെ ഘട്ടത്തിലുണ്ടാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പഠന വിധേയമാക്കുന്നത്. എവിടെ മുതലുള്ള ഫ്രം പ്രിമിറ്റീവ് ടു പിന്നെ ഹൈലി ഇവോൾവ്ഡ്, അതായത് എവല്യൂഷന്റെ ആദ്യഘട്ടം മുതൽ ഇപ്പോൾ ഉള്ള ഹൈലി ഇവോൾവ്ഡ് ആയിട്ടുള്ള അവസാന ഘട്ടം വരെയുള്ള എല്ലാ കാര്യങ്ങളെയും പഠന വിധേയമാക്കിയിട്ടാണ് ഇവിടെ തരംതിരിവ് നടത്തുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനെ പരിചയപ്പെട്ടു. അപ്പൊ 3 തരം ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഒന്ന് ആർട്ടിഫിഷ്യൽ, മറ്റൊന്ന് നാച്ചുറൽ, മൂന്നാമത്തത് ഫൈലോജനറ്റിക് സിസ്റ്റം. അപ്പൊ ഓരോന്നിലുമുള്ള പ്രത്യേകതകൾ നമ്മൾ പഠന വിധേയമാക്കി, ഓരോന്നിന്റെയും ഉദാഹരണങ്ങൾ നമ്മൾ പഠന വിധേയമാക്കി മാറ്റി. അപ്പം വ്യത്യസ്ത തരം ക്ലാസിഫിക്കേഷൻ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റി. അപ്പൊ ഇനി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ 3ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്, കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണെന്ന്, ഒരു ഭാഗമാണെന്ത്, കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം സിസ്റ്റം ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പം ഈ കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് പലതരത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 3 തരം കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഇവിടെ പഠന വിധേയമാക്കാൻ ഉള്ളത്. അപ്പൊ നമുക്ക് പിന്നെ മാപ്പിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പിന്നെ ഇനി ഇവിടെ മാപ്പിന്റെ അവസാന ഭാഗത്ത് എന്തുണ്ട്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെയും 3 കിങ്ഡം ക്ലാസിഫിക്കേഷനെയും പരിചയപ്പെടാം. അപ്പം ആദ്യമായിട്ട് ഇവിടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ വിശദീകരണമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് സെൽ വാൾ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കിങ്ഡം ക്ലാസിഫിക്കേഷൻ 3 തരമുണ്ട്. ഒന്ന് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്, രണ്ടാമത് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, മൂന്നാമതായിട്ട് മാപ്പിന്റെ അവസാനത്തിൽ നമ്മൾ പറയും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് സെൽ വാൾ. സെൽ വാളിന്റെ പ്രസൻസ്, ആബ്സെൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ നടത്തിയത്. അതായത് സെൽ വാളുകളെല്ലാം ഒരു വിഭാഗം, പിന്നെ ആബ്സെൻസ് ഓഫ് സെൽ വാൾ, സെൽ വാൾ ഇല്ലാത്തതെല്ലാം മറ്റൊരു വിഭാഗം എന്നിങ്ങനെ ജീവികളെ 2ആയിട്ട് തരംതിരിച്ച ക്ലാസിഫിക്കേഷൻ ആണ് ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ക്ലാസിഫൈഡ് ബൈ ആരാണ്, ലിനേഴ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് അല്ലെ. അപ്പം അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, എന്താണ്, ഫാദർ ഓഫ് ടാക്സോണമി എന്നും അദ്ദേഹത്തെ പറയാറുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം തരംതിരിച്ച് 2 വിഭാഗമായിട്ട് ജീവികളെ തിരിച്ചു. ഒന്നാമത്തെ വിഭാഗമാണ് കിങ്ഡം പ്ലാന്റ്, രണ്ടാമത്തെ വിഭാഗമാണ് കിങ്ഡം ആനിമേലിയ. ഓക്കെ, അപ്പം പിന്നെ ഇവിടെ ആധാരമാക്കി എന്താണ്, സെൽവാൾ ഉണ്ടോ സെൽവാൾ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ സെൽവാൾ ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പ്ലാന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സെൽവാൾ ഇല്ല എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആനിമേലിയ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് ഇവിടെ തരംതിരിവ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 3 കാര്യങ്ങൾ മാത്രമേ അറിയേണ്ടുള്ളൂ. ഒന്നാമതായിട്ട് നടപ്പാക്കിയിരിക്കുന്നത് സെൽവാളിന്റെ പ്രസൻസ്, ആബ്സെൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിലാകുന്നു. ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളുടെ പേര് ലിനേഴ്സ് എന്നാണ്. അദ്ദേഹം ഫാദർ ഓഫ് ടാക്സോണമി എന്നും അറിയപ്പെടാറുണ്ട്. അങ്ങനെ സെൽവാൾ ഉള്ളതിനെ കുറിച്ച് കിങ്ഡം പ്ലാന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും, സെൽവാൾ ഇല്ലാത്തതിനെ കുറിച്ച് കിങ്ഡം ആനിമേലിയ എന്ന് പറയാൻ വേണ്ടി പറ്റും എന്ന് നമുക്ക് മനസ്സിലായി.